പ്രസ് സ്റ്റോപ്പുമായി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തയ്യാറാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, കാലൈ വണക്കം, ശുഭപ്രഭാത്. നിറയെ വലിയ ഹിന്ദിയും തമിഴും ഒക്കെ ഉണ്ടല്ലോ വിനിൽ. എല്ലാം ഇരുന്നോട്ടെ, രാവിലെ എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ഞാനെന്തായാലും തമിഴ് പത്രം വായിക്കുന്നില്ല. തുടങ്ങട്ടെ. ഓക്കെ, അല്ല നമുക്ക് തമിഴ് പേരുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് തമിഴ് പറയാലോ. ഓക്കെ, റെഡി, ഗുഡ്. അപ്പോൾ ഞാൻ തുടങ്ങുന്നു. ശരി. ബിനിൽ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റും 9 ദിവസത്തെ ജയിൽവാസവും പിന്നെ ജാമ്യവും കേരളത്തിൽ വലിയ വാർത്തയായതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പത്രങ്ങൾക്കും അത് വലിയ വാർത്ത തന്നെയാണ്. ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന കന്യാസ്ത്രീകളെ മതപരിവർത്തന നിയമം ലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ഛത്തീസ്ഗഡ് സർക്കാർ നേരത്തെ പദ്ധതിയിട്ടതിന് തെളിവുണ്ടെന്ന് ദീപിക ദിനപത്രം. മറ്റ് പത്രങ്ങൾക്കില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ദീപികയിലേക്ക് ആദ്യം പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ദീപികയിലേക്ക് ആദ്യം പോകാറില്ല. പക്ഷേ ദീപിക ദിനപത്രത്തിൻ്റെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതൊരു പുതിയ വാർത്ത തന്നെയാണ്. ആ പുതിയ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ഛത്തീസ്ഗഡിലേത് ഒത്തുകളി ഉത്തരവിറങ്ങിയത് ജൂൺ 30 എന്നാണ് ദീപിക ദിനപത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഞാനതൊന്ന് വായിച്ചു പോകാം. ഛത്തീസ്ഗഡിൽ സേവനം നടത്തുന്ന ക്രൈസ്തവ പ്രേക്ഷിതരെ മതപരിവർത്തന നിയമലംഘനം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ നേരത്തെ പദ്ധതിയിട്ടായ തെളിവുകൾ. ജൂൺ 30 സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൻ്റെ ബലത്തിലാണ് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ അവരുടെ സന്യാസിനി സമൂഹത്തിലെ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്യുകയും 9 ദിവസം തടവിലിടുകയും ചെയ്തു. സംസ്ഥാനത്തെ ആ വാക്കുകൾ ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണി ഉണ്ടാകുമെന്ന മുൻവിധിയിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് കന്യാസ്ത്രീകൾക്കെതിരെ രാജ്യസുരക്ഷാ നിയമം ചുമത്തിയതെന്നും ദീപിക പറയുന്നു. സംസ്ഥാനത്ത് സാമുദായിക ഐക്യത്തിനും സാഹോദര്യത്തിനും ഭീഷണിയാകുന്നവർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കും. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് വാർത്ത. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കളക്ടർക്ക് ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയും ഛത്തീസ്ഗഡ് സർക്കാർ പുറത്തിറക്കിയ വിവാദ ഉത്തരവിൻ്റെ പകർപ്പും ദീപിക ദിനപത്രം 1-ാം പേജിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഈ വാർത്തയ്ക്ക്, ദീപിക ദിനപത്രത്തിൻ്റെ വാർത്തയ്ക്ക് ഏതാണ്ട് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടെ അറസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തു പോയതാണ്. 9 ദിവസം ജയിൽവാസം കഴിഞ്ഞു. അതിൽ നമ്മളുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും, BJPയും ഇടതു പാർട്ടികളും UDFും ഒക്കെ ആത്മാർത്ഥമായി ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി അവർക്ക് മോചനം സാധ്യമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഇടപെടാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ തന്നെ നമ്മുടെ ആളുകളൊക്കെ ഇടപെട്ടു. അതിൽ നമ്മൾക്കും സന്തോഷമുണ്ട്. പക്ഷേ സന്തോഷത്തിനപ്പുറത്തേക്ക് ഇവരുടെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. സന്തോഷം എന്നുള്ള ജാമ്യം മാത്രമാണ്. അതിന് പിന്നിൽ നടന്ന കഥകൾ വളരെ വലുതാണ് എന്നാണ് ദീപിക ഇപ്പോൾ പറയുന്നത്. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവിടാൻ മാത്രമല്ല, ഉത്തരവ് സർക്കാർ ഇട്ടു. അതിന് കളക്ടർമാർക്ക് അനുമതി നൽകി കഴിഞ്ഞു സർക്കാർ എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലാണ്, അതിൻ്റെ മറവ് പിടിച്ചാണ് ഈ അറസ്റ്റ് എന്നാണ് ദീപിക പറയുന്നത്. ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഇതൊരു സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകുന്നതോ അല്ലെങ്കിൽ ആകാൻ പോകുന്നവയോ ആയതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പൊതുക്രമ സമാധാനത്തെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം വകുപ്പുകളാണ് ഇതിൽ പെടുന്നത് എന്നുള്ള ആലോചിക്കണം. ഇത് പൊതുക്രമത്തെയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. അപ്പോൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ മൊത്തം സാമുദായിക സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നു, സംസ്ഥാനത്തിൻ്റെ സുരക്ഷയെ ബാധിക്കാൻ പോകുന്നു എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കേസ് NIA ഏറ്റെടുക്കുന്നത് എന്താണെന്ന് ഇന്നലെ മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ചില ഉത്തരങ്ങളും അവർ പറഞ്ഞിരുന്നു. അതിനേക്കാൾ വലിയ ഉത്തരമാണ് ഇപ്പോൾ ദീപിക പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 1980 ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നൽകുന്നു. അതാണ് ഉത്തരവ്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് ജൂലൈ 25 വരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കണക്കുകൂട്ടി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദീപിക പത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി മറ്റ് പത്രങ്ങളിലേക്ക് പോയാൽ എല്ലാവരും ഈ വാർത്ത 1-ാം പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഇത് ദീപികയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കുടുംബത്തിന് ഭീഷണിയുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ, അത് മാതൃഭൂമി 1-ാം പേജിൽ പറയുന്നുണ്ട്. മൊഴി പോലീസ് ബലമായി വാങ്ങി എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് പോയാൽ 7-ാം പേജിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന് ഇരിങ്ങാലക്കുട രൂപത പറയുന്നുണ്ട്. കാരണം അത് 7-ാം പേജിലാണ്. കഴിഞ്ഞ ദിവസം പാംപ്ലാനി അദ്ദേഹം പറഞ്ഞത്, ഇത് കുഴപ്പമില്ല, ജാമ്യം കിട്ടി, സന്തോഷം, അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നന്ദിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ സഹായിച്ചവരെയൊക്കെ ജനങ്ങൾക്കറിയാം, ഇത് ജാമ്യത്തിൽ തീരില്ലെന്നാണ് ഇരിങ്ങാലക്കുട രൂപത പറയുന്നത്. മാർ ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് തള്ളിയാണ് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിലപാട് വ്യക്തമാക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്ത് തന്നെ വലിയ
വലിയ രണ്ട് ചേരിയായി മാറുന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം ആശ്വാസമാകില്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ കണ്ണൂക്കാടൻ ബിഷപ്പ് പറയുകയാണ്. സ്വാഭാവികമായും ഇനി കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ. അതിൽ കുടുംബത്തിന് ഭീഷണിയുണ്ട് എന്നുള്ള വാർത്തയാണ് മാതൃഭൂമിയും മനോരമയും ഒന്നാം പേജിൽ നൽകുന്നത്. ദീപിക നൽകുന്ന വാർത്ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, മനോരമ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിൽ വലിയൊരു എഡിറ്റോറിയൽ തന്നെ എഴുതി കഴിഞ്ഞു. ഇന്നലെ എഴുതേണ്ടതായിരുന്നു എന്നാണ് വ്യക്തിപരമായി പ്രസ് സ്റ്റോപ്പിൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്നാണ് എഡിറ്റോറിയൽ വരുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ നീതി വ്യവസ്ഥ എന്നാണ് അതിൻ്റെ പേര്. കേട്ടുകേൾവിയുടെ പേരിലുള്ള കേസ് റദ്ദാക്കുക തന്നെ വേണം. അതായത് ഇന്നലെ NIA കോടതി പറഞ്ഞിരുന്നത് കേട്ടുകേൾവിയുടെ പേരിലുള്ള അറസ്റ്റാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടുകേൾവിയുടെ പേരിലുള്ള കേസ് റദ്ദാക്കുക തന്നെ വേണമെന്നാണ് മനോരമയുടെ എഡിറ്റോറിയൽ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും മതനിരപേക്ഷതയുമാണ് ഛത്തീസ്ഗഡ് സംഭവം വെല്ലുവിളിച്ചത് എന്ന് തുടങ്ങുന്ന ലേഖനം വളരെ വിശദമായി ഛത്തീസ്ഗഡ് സർക്കാരിനെയും അവിടുത്തെ പ്രോസിക്യൂഷനെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ നീതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ബജ്രംഗ് ദളിൻ്റെ നീതി വ്യവസ്ഥയെക്കുറിച്ചാണ് മനോരമ പറയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്ന കാര്യങ്ങൾ. എന്തായാലും ദീപികയും മംഗളവും ഈ വാർത്ത വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റു പത്രങ്ങളിലൊക്കെ ഈ വാർത്തയുണ്ട്. പക്ഷേ ഇത് ഛത്തീസ്ഗഡിലേത് ഒരു ഒത്തുകളിയാണെന്നുള്ളതും ഉത്തരവിറങ്ങി, അതായത് ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാം, അത് ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു എന്നുള്ളത് ദീപികയാണ് ആദ്യം കൊടുക്കുന്നത്. വലിയ വാർത്ത തന്നെയാണ് ദീപികയെ സംബന്ധിച്ചും. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചും അത് വലിയ വാർത്ത തന്നെയാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ വാർത്തയായിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഇനിയൊന്നുള്ളത്, ഇന്നലെ നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായി സിനിമ കോൺക്ലേവ്, സിനിമയുടെ നവീകരണം, സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യാൻ, പുതിയ സിനിമ നിയമം, നയം ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരെയൊക്കെ വിളിച്ച് സിനിമ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അപ്പോൾ സിനിമ കോൺക്ലേവിൽ ഇന്നലെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടായി. നമ്മൾ വലിയ ആരാധനയോടെ കാണുന്ന മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എല്ലായ്പ്പോഴും സിനിമാ പ്രവർത്തകർ മാത്രമല്ല മലയാളി ഒന്നാകെ അദ്ദേഹത്തിൻ്റെ ദേശീയ അന്തർദേശീയ തലത്തിൽ വലിയ പേരൊക്കെയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നലെ അതിരുവിട്ടാൽ എന്താകും എന്നുള്ളതാണ് ഇന്നലെ നടന്നൊരു കാര്യം. വാക്കുകൾ അതിരുവിട്ടു എന്ന് തന്നെയാണ് പ്രസ് സ്റ്റോപ്പിനും ഈ വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞ കാര്യങ്ങൾ കൈവിട്ടു പോയി. അതിരുവിട്ട് അടൂർ എന്നുള്ളതാണ് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്ന വാർത്ത. പട്ടികജാതി സ്ത്രീ സംവിധായകർക്ക് തീവ്ര പരിശീലനം നൽകണം അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ ഈ ചില ആളുകൾക്ക് ചില സിനിമകൾ എടുക്കുന്നതിന് വേണ്ടി സഹായം നൽകുന്നുണ്ട്. 1.5 കോടി 1 കോടി രൂപയൊക്കെയാണ് സഹായം നൽകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സഹായം നൽകുമ്പോൾ പോലും അത് വെച്ച് അവർ സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പിന്നെയും പരിശീലനം നൽകണം, അല്ലെങ്കിൽ സിനിമ എടുക്കാൻ അവരെ പരിശീലിപ്പിക്കണം. അത് പട്ടികജാതി സ്ത്രീ സംവിധായകർക്ക് തീവ്ര പരിശീലനം നൽകണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങളിലെ സംവിധായകരെയും വനിതാ സംവിധായകരെയും അധിക്ഷേപിക്കും വിധം പരാമർശം നടത്തി സിനിമ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേര് വാർത്ത. അതേ വേദിയിൽ തന്നെ മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീകുമാരൻ തമ്പിക്കും വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ്റെ മറുപടി. സാമ്പത്തിക സാമൂഹ്യ സാഹചര്യത്തെ തുടർന്ന് സിനിമാ താല്പര്യം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ആർക്കും ഉണ്ടാകരുതെന്നും ഇനിയും കൂടുതൽ പേർക്ക് ഫണ്ട് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന സഹായധനം പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. ഈ 1 കോടി എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ സർക്കാർ നൽകുന്ന സഹായമാണ്. ആ സഹായം ഇനിയും നൽകുമെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അടൂർ പറഞ്ഞത് സ്ത്രീകൾ, അതായത് സ്ത്രീകളെയും ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നൽകുന്ന സഹായം നൽകുമ്പോൾ തന്നെ അവർക്ക് പരിശീലനം നൽകണം, അവർക്കത് 50 ലക്ഷം കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം ഇന്നലെ അതിരുവിട്ട് പോയി. അത് ചില അധിക്ഷേപ വാക്കുകളിലേക്ക് പോയി എന്നൊക്കെയാണ് പത്രങ്ങൾ പറയുന്നത്. മാതൃഭൂമി അത് ഒന്നാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. മനോരമ 7-ാം പേജിൽ ഇതിനേക്കാൾ വലിയ വാർത്ത, 1-ാം പേജിൽ നൽകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കണം 7-ാം പേജിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. സിനിമ എടുക്കാൻ വെറുതെ പണം നൽകരുത് അടൂർ. പട്ടിക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെയാണ് അടൂരിൻ്റെ വാക്കുകൾ എന്നുള്ളതാണ്. സ്ത്രീകൾ മികച്ച സിനിമ ഉണ്ടാക്കിയിട്ടില്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില വാക്കുകൾ അതിരുവിട്ടതിനപ്പുറത്തേക്ക് അധിക്ഷേപത്തിലേക്ക് പോയിട്ടുണ്ട്. സ്ത്രീകൾ മികച്ച സിനിമ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എങ്ങനെയാണ് അടൂരിന് പറയാൻ കഴിയുക? KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന വൃത്തികെട്ട സമരം, അത് സമരങ്ങളെ വിമർശിക്കുന്നു. അത് അങ്ങനെ വിശ്വ ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല. ഹൃദയവികാസം ഉണ്ടാകണമെന്നാണ് മന്ത്രി ബിന്ദു സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളല്ല, പക്ഷേ അവരും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അടൂരിനെതിരെ വിശ്വ ചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസം ഉണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു അടൂർ ഗോപാലകൃഷ്ണൻ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അത് സുപ്രഭാതവും മംഗളവും ഒക്കെ 1-ാം പേജിൽ ഇത് വലിയ വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ അതിരുവിട്ടു പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മറ്റ് പത്രങ്ങൾക്കില്ലാത്തൊരു വാർത്ത കൂടി വേഗം പറയാം. ശരീരഭാഗം നിർമ്മിക്കാൻ ജിക്കു ജോസിൻ്റെ സ്റ്റാർട്ടപ്പ്. ഇത് കേരള കൗമുദിയുടെ 1-ാം പേജിലെ വാർത്തയാണ്. മറ്റ് പത്രങ്ങളൊന്നുമില്ല, കേരള കൗമുദിക്ക് മാത്രമേ ഉള്ളൂ. അവയവ മാറ്റത്തിൽ വിപ്ലവമാകും എന്നാണ് ഈ വാർത്തയെക്കുറിച്ച് കേരള കൗമുദി പറയുന്നത്. അസുഖബാധിതമായ ശരീരഭാഗങ്ങൾ മാറ്റി പകരം വെച്ച് പിടിപ്പിക്കുന്നതിന് അവയവദാതാക്കൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇവ 3D ബയോ പ്രിൻറ്റിങ്ങിലൂടെ കൃത്രിമമായി നിർമ്മിച്ച് വെച്ച് പിടിപ്പിക്കാം. ഇതിനുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യയിലടക്കം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ ബയോ ഇങ്ക്
ജൈവദ്രാവകം നിർമ്മിക്കുന്നത് മലയാളി വനിതയുടെ സ്റ്റാർട്ടപ്പ്. പാലാ സ്വദേശിയാണ് ജിക്കു ജോസ്. കളമശ്ശേരി കിൻഫ്രയിലെ സയർ സയൻസ് സ്റ്റാർട്ടപ്പാണ് അവരുടെ പേരിലുള്ളത്. സയർ സയൻസ് കളമശ്ശേരിയിൽ ഇവിടെ അടുത്താണ്. എന്തായാലും വലിയ വാർത്തയാണിത്. വലിയ വാർത്ത മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഭാവിയിൽ സഹായകരമാകുന്ന അവയവമാറ്റം സാധാരണഗതിയിൽ വലിയ പണച്ചിലവുള്ള കാര്യമാണ്. ആ പണച്ചിലവ് ഒരുപക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് ഈ സ്റ്റാർട്ടപ്പിൻ്റെ വിപ്ലവകരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൊണ്ട് ശരീരഭാഗങ്ങൾക്ക് ഒരുപക്ഷെ വലിയ വിലക്കുറവിൽ ഭാവിയിൽ ലഭിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മലയാളി അതിന് പിന്നിലുണ്ട് എന്നുള്ള വാർത്ത കേരള കൗമുദി നൽകുന്നു. ജിക്കു ജോസിൻ്റെ സ്റ്റാർട്ടപ്പിന് അഭിനന്ദനങ്ങൾ എന്നുകൂടി പറയാതെ പോകാൻ നിർവാഹമില്ല. മറ്റൊന്ന് കൊടിസുനിയാണ്. കൊടിസുനിയെക്കുറിച്ച് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊടിസുനി ആരാണ്, എന്താണെന്നും ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും അതിനുശേഷം കൊടിസുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം ദീർഘനാളായി ജയിലിലാണെങ്കിലും ഇടയ്ക്ക് പരോൾ കിട്ടുന്ന കാര്യമൊക്കെ പത്രങ്ങളിൽ വാർത്തകൾ വരാറുണ്ട്. പരോളിൽ പോകുന്ന കൊടിസുനിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടിസുനി കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ പോലീസുമായി പോകുന്ന വഴിയിൽ അദ്ദേഹം കൊടിസുനിക്ക് മദ്യം പോലീസിൻ്റെ വക, അത് വീക്ഷണത്തിൻ്റെ വാർത്തയാണിത്. കൊടിസുനി കുടിച്ചു പോലീസ് വക മദ്യം എന്നുള്ളതാണ് വീക്ഷണം ഒന്നാം പേരിൽ നൽകിയത്. ഒന്നാം പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണിത്. കൊടിസുനി കുടിച്ചു പോലീസ് വക മദ്യം. പോലീസ് ഒത്താശയിൽ കൊടും ക്രിമിനലുകളുടെ പരസ്യ മദ്യപാനം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. മദ്യപ സംഘത്തിൽ TP കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും എന്നുള്ളതാണ്. അകമ്പടി വന്ന പോലീസുകാരെ മാറ്റി നിർത്തി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയും സംഘവും പരസ്യമായി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതാണ് വീക്ഷണത്തിൻ്റെ വാർത്ത. അതൊരു വലിയ വാർത്തയായി തന്നെയാണ് വീക്ഷണം ഒന്നാം പേരിൽ നൽകിയിട്ടുള്ളത്. കാരണം കൊടിസുനി TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ ഒരാളാണ്. ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹം പോലീസ് ബന്ദോബസ്തിൽ പോകുമ്പോൾ മദ്യപിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് വീക്ഷണത്തിൻ്റെ ചോദ്യം. അതുമാത്രമല്ല, അത് മംഗളവും മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ആ വാർത്ത പോലീസ് ഒത്താശയിൽ TP കേസ് പ്രതികളുടെ മദ്യപാനം എന്നാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജ് വാർത്ത. കൊടിസുനിയും സംഘവും തലശ്ശേരിയിലെ ബാറിന് മുന്നിൽ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എന്ന് മാധ്യമം നൽകുന്നു. മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ അത് തന്നെയാണ് പ്രധാന വാർത്ത. CCTV ദൃശ്യങ്ങൾ പുറത്ത് എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയായി തന്നെയാണ് കാണുന്നത്. കൊടിസുനി ആകുമ്പോൾ ആ പേരിനും വാർത്തയ്ക്കും വലിയ പ്രാധാന്യം വരികയും ചെയ്യുന്നുണ്ട്. ഇനിയൊന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഫോട്ടോയുടെ തുടർച്ചയാണ്. ആ ഫോട്ടോ ഇന്നും ആ ചിത്രം ഇന്നും പറയാതെ പോകാൻ നിർവാഹമില്ല. ആ ചിത്രം ഒന്നാം പേജിൽ വലിയ ചിത്രമായി നൽകിയിട്ടുള്ളത് മാധ്യമവും സുപ്രഭാതവുമാണ്. ഉള്ളുലച്ച് എന്നാണ് മാധ്യമത്തിൻ്റെ ക്യാപ്ഷൻ. കൊടും പട്ടിണിയിലൂടെ കടന്നു പോകുന്ന ഗാസയിലെ കാഴ്ച. ഇന്നലെ നമ്മളിത് പറഞ്ഞിരുന്നു. ഇന്നലെ അത് AFPയുടെ ഫോട്ടോ ആയിരുന്നു. ഇന്നാകുമ്പോൾ ആ വാർത്തയും ഫോട്ടോയും വലുതായി മാറുകയാണ്. കാരണം ഇത് പട്ടിണി എന്നുള്ളത് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളാരും അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത് ഒരുപക്ഷെ രാവിലെ ഇത് പറഞ്ഞു പോകാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞാണ് പ്രസ് സ്റ്റോപ്പിൽ, ഇന്നും പറഞ്ഞു തന്നെ പോകണം. കൊടും പട്ടിണിയിലൂടെ കടന്നു പോകുന്ന ഗാസയിലെ കാഴ്ചയാണ് ഇത്. ഭക്ഷണം കിട്ടാതെ തളർന്ന പിഞ്ചു മക്കളോടൊപ്പം സമ സത്താർ. 6 വയസ്സുകാരനായ യൂസുഫാണ് ഇവരുടെ കയ്യിൽ. തൊട്ടടുത്ത് 4 വയസ്സുള്ള ആമിർ. ഒരു കുഞ്ഞടക്കം 7 പേർ കൂടിയാണ് ഇന്നലെ പട്ടിണി കിടന്ന് മരിച്ചത്. ഇതോടെ ഗാസയിൽ പട്ടിണി മരണം 175 ഇതിൽ 95 പേർ കുട്ടികളാണ്. അതാണ് മാധ്യമത്തിൻ്റെ ചിത്രം. ഇത് സുപ്രഭാതവും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജീവശ്വാസം മാത്രം എന്നുള്ളതാണ് സുപ്രഭാതം. ഗാസയിലെ ഈ കുഞ്ഞു കണ്ണുകളിലുണ്ട് നിസ്സഹായതയുടെ ആഴവും ആധിയും. നിലയ്ക്കാത്ത വെടിവെച്ചകൾക്കിടയിൽ അതിജീവനത്തിനായി ഒരിറ്റു വെള്ളവും ഭക്ഷണവുമില്ല. സഹോദരങ്ങൾ ചോര വീണും വിശന്നു പൊരിഞ്ഞും മണ്ണോട് ചേരുമ്പോൾ ലോകമാകെ ഇവരെ കണ്ടിട്ടും കാണാത്തത് എന്താണ് എന്നാണ് സുപ്രഭാതം എഴുതുന്നത്. അതൊരു പക്ഷേ ഒന്നുള്ളുലയാതെ പറയാതെ നിർവാഹമില്ല എന്നുള്ളതാണ് ഈ വാർത്ത. അത് പറഞ്ഞു പോകാതെ നിർവാഹമില്ല എന്നുള്ളതാണ് ഈ വാർത്തയും അതിൻ്റെ പ്രാധാന്യവും. ഇനി മറ്റൊന്നുള്ളത് മെഡിക്കൽ കോളേജുകളിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്നു. നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഡോക്ടർ ഹാരിസ് പുറത്തു വന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ്. അത് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് പറയുന്നു. സിസ്റ്റം ശരിയല്ല എന്നും സിസ്റ്റം ശരിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നീട് വലിയ ചർച്ചകളുണ്ടാകുന്നു. ഇത് മനോരമ ഇന്ന് ഒന്നാം പേരിൽ ഏറ്റവും വലിയ വാർത്തയായി പറയുന്നത് ഉപകരണ ക്ഷാമം സംബന്ധിച്ച് ഡോക്ടർ ഹാരിസിൻ്റെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ശരിയാണ് എന്ന് സ്ഥിരീകരിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നു. ഹാരിസ് തന്നെ ശരിയെന്നാണ് മനോരമ പറയുന്നത്. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതുപോലെ ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ശസ്ത്രക്രിയ ഉപകരണം ലഭ്യമല്ലാത്തതിനാൽ മുടങ്ങിയിട്ടുണ്ട്. ലിത്തോക്ലാസിക് പ്രോബ് തകരാറിനെ തുടർന്ന് ഇവ മാറ്റിവെച്ചു. രോഗികളിൽ നിന്ന് പിരിവെടുത്താണ് ഈ ഉപകരണങ്ങൾ വാങ്ങിയതെന്നും കൂടി പറയുന്നു. മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റം തകരാറിൽ എന്ന് തുറന്നു കാട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസിൻ്റെ വെളിപ്പെടുത്തലുകൾ ശരിവെച്ച് 4 അംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇതിന്ന് പ്രധാനപ്പെട്ട പത്രങ്ങൾ, അതായത് മനോരമ അടക്കമുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഒന്നാം പേര് വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. അത് കേരള കൗമുദിയും സുപ്രഭാതവും മംഗളവും ഇതാണ് ഒന്നാം പേരിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുള്ളതെന്നാണ് പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയൊന്നുള്ളത് വഴങ്ങാതെ ഗവർണർ എന്നുള്ളതാണ്. ഗവർണർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആകെ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ ഹൈക്കോടതി അടക്കം ഇടപെടുന്നു. അത് ഇന്നലെ 2 മന്ത്രിമാർ P രാജീവും ബിന്ദുവും 2 പേരും ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തി. അങ്ങോട്ട് പോയി നേരിട്ട് പോയി കാണുകയായിരുന്നു. കണ്ടു, സംസാരിച്ചു. പക്ഷേ എന്നിട്ടും ഗവർണർ വഴങ്ങിയില്ല എന്നാണ്
പത്രങ്ങൾ പറയുന്നത്. അനുനയവുമായി മന്ത്രിമാർ വഴങ്ങാതെ ഗവർണർ എന്നാണ് മാധ്യമം പറയുന്നത്. അത് താൽക്കാലിക VC നിയമനത്തിലാണ് ഇവർ പോയി കണ്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാണാനായിട്ട്. പക്ഷേ അതിൽ താൽക്കാലിക VC നിയമനത്തിലാണ് ഇപ്പോൾ ഒടുവിൽ പോയി കണ്ടിട്ടുള്ളത്. അതിൽ അനുനയമായി പോയിട്ടും ഗവർണർ വഴങ്ങുന്നില്ല, പുനഃപരിശോധിക്കില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞതായിട്ടാണ് മാധ്യമം പറയുന്നത്. കേരള കൗമുദിയും അതുതന്നെയാണ് പറയുന്നത്. വഴങ്ങാതെ ഗവർണർ, മന്ത്രിമാർ വന്നു കണ്ടു, താൽക്കാലിക VC നിയമനം മാറ്റില്ല, നടപടികൾ സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കുമെന്ന് മന്ത്രിമാരും പറയുന്നുണ്ട്, ഗവർണറും പറയുന്നുണ്ട്. എന്തായാലും ഗവർണർ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് വലിയ സംഘർഷം ഗവർണറും സർക്കാരും തമ്മിലുണ്ടാകും എന്നും കൂടി മനസ്സിലാക്കുന്നുണ്ട്. വേഗം പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുന്നു. ബിനിൽ. ഓക്കെ, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം പ്രസ് സ്റ്റോപ്പുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും വളരെ വിശദമായ രീതിയിൽ വാർത്തകളിലൂടെ എല്ലാം തന്നെ പോയി. പത്രം വായിക്കാത്ത ആളുകൾക്ക് പോലും പ്രസ് സ്റ്റോപ്പ് കണ്ടാൽ മതി എന്ന് ഒരു ചൊല്ലുണ്ട് ഇപ്പോൾ മലയാളത്തിൽ എന്നുള്ളതാണ് ഈ പ്രഭാത വാർത്താ യാത്രയിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.